എന്റെ പൊന്നോ, ഇനി അവന്മാരെയൊക്കെ ഇനി എന്ന് കാണാന്? ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുക. ഒരിക്കലും ഇനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിയർ ക്രാസോറ്റി വിത്ത് മൈ ഡ്രാഗൺ. അപ്പൊ ഗൈസ്, ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് തേങ്ങ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ആകെ ഒറ്റ ഒരാളെ ഇപ്പൊ ഉള്ളൂ എന്റെ സ്പീഷ്യസിൽ, ഓറ ഫാമിലിയിൽ. ബാക്കിയുള്ളവന്മാരൊക്കെ പല വഴിക്കും, ചിലവന്മാര് മരിച്ചും പോയി. ഞാനിപ്പോ ഇവിടെ ഇപ്പൊ 30 വർഷമായിട്ട് ഞാൻ ഉണ്ട്. ഞാൻ ഒരുത്തനെ തപ്പിക്കൊണ്ട് നടക്കും. അവൻ ജീവനോടുള്ള ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അവൻ ഉണ്ടെന്നുള്ള ഒരു തെളിവ് എനിക്ക് കിട്ടി. പക്ഷെ അവൻ ഇതുവരെ എന്നെ കണ്ടില്ല. എത്ര തപ്പിയിട്ടു. വാട്ടർ ഡ്രാക്സ് ഒക്കെ മരിച്ചു മണ്ണടിഞ്ഞിട്ട് ഇപ്പൊ കുറെ വർഷമായി. കൊന്നത് ലാവ ഡ്രേക്സ്. ഐസ് ഡ്രേക്സ് ഒക്കെ ഇപ്പൊ വേറെ സ്ഥലത്താ. ഞങ്ങളാ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഡ്രേക്ക് ഫാമിലി, അതായത് ഏറ്റവും പഴയ ഡ്രേക്ക് ഫാമിലി. ഇനി ഞങ്ങള് ചെയ്യാൻ സമയം. അതെന്റെ കളറിലായി. ആരാ കള്ളല്ല, കള്ളല്ല. അതെന്റെ കളറിലായി. ഞാൻ എത്ര അന്വേഷിച്ച് നടന്നറിയോ? കൊറേ സ്ഥലത്തും ഇതിനേക്കാളും വലിയ ഡെസേർട്ട് പോലത്തെ ഐലൻഡ് ഉണ്ട്. അവിടെ നമ്മളെ കളർ പോലെ നമ്മുടെ എല്ലാം കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു പച്ച കണ്ടു. ഞാൻ നീയാണ് വിചാരിച്ച. എടാ, എന്നെ ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിച്ചു. നീ എന്താ ചെയ്യാ? ഞാൻ ഈ ഐലൻഡിലാടാ 30 വർഷമായിട്ട്. എടാ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്താടാ? എടാ, നമ്മുടെ ഒരു ബ്രദർ, നമ്മള് 3 പേരല്ലേ, 3 പേരിൽ ഒരാള് മരിച്ചെന്നാ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മുടെ നിനാസ്. അയ്യോ, ഞാനാണെങ്കിൽ നിന്റെ ഒപ്പം നിനാസിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കണ്ടുമുട്ടിയതല്ലേ. പിന്നെ ഞാനിവിടെ വരാനുള്ള ഒരേ കാരണം എന്താ അറിയാവോ? എന്റെ പിറകെ കാണിച്ചു തരാം. എടാ, ആ ലാവ ഡ്രേക്സ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം അവന്മാര് എല്ലാം അവിടെ ശല്യോ. വാട്ടർ ഡ്രാക്സ് ഒക്കെ മണ്ണടിണ്ടാ 20 വർഷം മുമ്പ്. എടാ, ഞാൻ കൊറേ ഐലൻഡ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ വാട്ടർ ഡ്രേക്സിന്റെ കൊറേ സൂചനകൾ കണ്ടു. കാരണം ഈ വാട്ടർ ഡ്രേക്സ് എല്ലാം അവിടെ റൂൾ ചെയ്തോണ്ടിരുന്ന ആൾക്കാരാ. ഇത് കാരണം ഞാൻ ഈ ഐലൻഡിൽ വന്ന ഇത് കാരണം. നീ എന്നെക്കാട്ടിലും ചെറുതാണല്ലോ പറഞ്ഞ കണക്ക്. ശരിയല്ലേ? അതല്ലടാ, ഞാന് എന്റെ ഫോം കൂട്ടിയ വലുതാവും. ഇപ്പൊ ഞാൻ പറക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായതാ. എനിക്കും പറ്റുമല്ലേ? ഇപ്പൊ കാണിച്ചു തരാം സുഖമായിട്ട്. ഞാൻ പറക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായതാ. കണ്ട മരമൊക്കെ തട്ടിയ പോലെ ഉണ്ടാവും. ഞാൻ ചെറുതായി. എന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എടാ, ഞാനിവിടെ വരാനുള്ള കാരണം മെയിനായിട്ട് ഇതാടാ. ഇവിടെ അല്ലേ നമ്മുടെ നമ്മുടെ ബേസ് ആക്കിയാലോ? എന്ത് പറയുന്നു? എടാ, നമുക്ക് ഇനി ഇവിടെ ജീവിക്കാം. നീ ഇല്ലാത്തോണ്ടാ ഞാൻ അവിടൊക്കെ ജീവിച്ചോണ്ടിരുന്നത്. ഇതാവുമ്പോ രണ്ടുപേർക്ക് പറ്റിയ സ്ഥലവുമാണ്. അതെ അതെ അതെ. എന്നാലും ആ കാലം മറക്കാൻ പറ്റാത്ത കാലമായിരുന്നു. എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടെ. നിന്നെ കടിച്ചു പിടിച്ചോണ്ട് ഞാൻ എത്ര ദൂരം പോയി. ഒരു സ്ഥലത്ത് വെച്ച് നീ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അതിനുശേഷം നിന്നെ ഇപ്പോഴാ കാണുന്നത്. ഞാൻ അങ്ങനെ പോയടാ. പിന്നെ ഒരു വഴിക്ക് അങ്ങനെ പോയി. പിന്നെ എന്നെ ആരും കണ്ടില്ല. നമ്മുടെ കൂടെ വേറെ കുറച്ച് ഡ്രീക്കും കൂടി ഇല്ലേ, അവിടെ കുറെ പേര് ഞാൻ കണ്ടുമുട്ടി. പക്ഷെ അവർക്കൊന്നും എന്നെ ഓർമ്മയില്ല. ഞാൻ വാട്ടർ ഡ്രേക്കിന്റെ ഐസ് ഡ്രേക്കിന്റെ ഒരു മിക്സിനെ കണ്ടറാ, ഒരു ചെറുത്. അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞേ എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു അത് പുതിയ തലമുറയാവും. അത് ചെന്നാലും എന്തായിരിക്കും ഐസിന്റെയും വാട്ടറിന്റെയും മിക്സാ. അല്ല, നിനക്ക് അറിയില്ല വാട്ടർ ഡ്രേക്സിന്റെ നമ്മുടെ ക്രാസോ, അതായത് എന്റെ പേര് തന്നെ അവനും അറിയാലോ, ലീഡറിനെ. ഒരു വൈസ് ലീഡറും ഉണ്ട്, നെക്ട്രോ പറഞ്ഞിട്ട്. അപ്പൊ ആ ലീഡർ
ആ ലീഡർ റൂള് വെച്ച ഓർമ്മയില്ലേ? ഇങ്ങനെ ഫ്യൂസ് ആവാൻ സമ്മതിക്കത്തില്ല. രണ്ട് ഇനം തമ്മി അവരുടെ ഇനത്തിൽ തന്നെ ഉള്ളവരുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പൊ അതാ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഐസ് ഡ്രേക്കും പിന്നെ ലാവ ഡ്രേക്കും കൂടി ഒരു ഹൈബ്രിഡ് കണ്ടിട്ടുണ്ട്. എടാ ഇനി ഇവിടെ എവിടെയൊക്കെ ഉണ്ടറാ സ്ഥലം? എന്ത് ഇങ്ങനെ കൊറേ ഐലൻഡ് ഉണ്ടല്ലോ ഇവിടെ. നീ ഏതൊക്കെ കണ്ടിട്ടുണ്ട്? ഞാൻ ഇവിടുന്ന് പുറത്തൊന്നും പോയിട്ടില്ല അധികം. എന്റെ പറയോ അതോ പോന്ന ഞാൻ കണ്ട. വാ പെട്ടെന്ന് പെട്ടെന്ന്. ഇതേത് സാധനം? ഇത് കിഡ്സിന്റെ പോലെ ഉണ്ടല്ലോ കളറ്. ഇത് പുതിയതാ. നീ കണ്ടിട്ടില്ലേ ഇതിനെ? ഇല്ല, ഞാൻ പുതിയതല്ലടാ. നീ എന്താ പറയണേ? ഞാൻ ഏലിന്റെ പുതിയതല്ലേ? ഇത് ഓജി കിഡ്സിന്റെ ഡ്രാഗന്റെ ഇനമൊക്കെ ഇറങ്ങി 2 വർഷം മുമ്പേ. നീ ഇപ്പഴേ അറിയുന്നല്ലേ? ഞാൻ കാണുന്ന എല്ലാ ഐലൻഡിലും വിയേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഒരുമാതിരി കൊമ്പും കാണുമ്പോ തന്നെ എന്തോ മേടിച്ച് തോന്നും. അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. അവന്മാരൊക്കെ എല്ലാ ഐലൻഡിലും ചുറ്റിപ്പറന്ന് നടക്കുന്നേ. അവന്മാരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കൊറേ ആയി ഒരു ഐലൻഡ് കണ്ടിട്ട്. ഞാൻ മിക്ക സമയം പറന്ന് നടക്കുന്നു ഇതുപോലത്തെ ആകാശത്തില്. നീ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുമ്പോ ഒരു ആകാശം കണ്ടില്ലേ? ഈ ആകാശത്ത് കൂടെ ഞാൻ കൊറേ പറന്ന് നടക്കുന്നു. പിന്നെ ഇടയിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഐലൻഡ് ഇങ്ങനെ കണ്ടുമുട്ടുക. ഇപ്പൊ നീ ഇരിക്കണ പോലത്തെ ഇങ്ങനെ കൂട്ടി ഐലൻഡ്. ഇവിടെ ഇങ്ങനെ കൊറേ റെസ്റ്റ് ചെയ്യും, വീണ്ടും ഇറങ്ങും. ഞാൻ അങ്ങനെ പോയി നമ്മുടെ പണ്ട് നമ്മള് ആരും എല്ലാം നമ്മുടെ ഫാമിലി ആയിട്ട് ജീവിച്ചോണ്ടിരുന്ന ഐലൻഡൊക്കെ എത്തി. പക്ഷെ അവിടെ ഒന്നും ഇല്ല. അവിടെ ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം, മണ്ണോ ഒന്നുമില്ല. കൊറേ ഇങ്ങനെ റോക്കുകൾ ഇങ്ങനെ പൊട്ടി അതേപോലെ ഉണ്ട്. അവിടൊക്കെ എനിക്കൊരു പുതിയ ഇത് കിട്ടിയതാ. ഞാൻ ഈ ഐലൻഡ് ആദ്യമായിട്ട് വരുമ്പോ കാണുന്ന ഒരു ഡ്രേക്ക് ഫാമിലി ഇതൊന്നും അല്ല. ഒന്നും കണ്ടിട്ടില്ലാത്തൊരു ഡ്രേക്ക് ഫാമിലി. പക്ഷെ അവന്മാരുടെ മനസ്സിൽ എന്തോ വേറെ തന്ത്രമുണ്ട്. അവന്മാര് വില്ലന്മാരാണോ നായകനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ, ഈ വാട്ടർ ഡ്രേക്സ് എവിടെ ജീവിച്ചിരുന്നത് നിനക്കറിയോ? എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. എടാ എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ആ പുണ്യ പുരാതന സ്ഥലം നിനക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഐലൻഡ് തന്നെയാണോ അതോ ഈ ഐലൻഡിന്റെ തന്നെ സ്പെയർ ഐലൻഡ്? അത് ഞാൻ കാണിച്ചു തരാം, നീ എന്റെ പിറകെ വാ. ഏത് ഐലൻഡായി? താഴെ ഇരിക്കുന്നുണ്ടാ? ഇതൊക്കെ പുതിയ ഡ്രേക്ക് ഫാമിലിയാ. കണ്ട ഇത് ഫീക്കോയല്ലേ? അതല്ല പാറയിലിരിക്കുന്ന അത് വാട്ടർ ഡ്രേക്ക് അല്ലേ? അല്ലടാ, വാട്ടർ ആണല്ലോ. പയ്യ എന്തുവാ ഇവിടെ? നീ വാട്ടർ ഡ്രേക്ക് ആണോ? എടാ ചേട്ടന്മാരെ, ഞാൻ വാട്ടർ ഡ്രേക്ക് അല്ല, ഞാൻ വാട്ടർ ഡ്രേക്സിന്റെ പോലെ റെയിൻ ഡ്രേക്സ് എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ശരി. താഴെയുള്ള ഒരു സാധനമാണ് ഞങ്ങൾ. പക്ഷെ എന്റെ പേരൻസ് ഒക്കെ മരിച്ചുപോയി. നിന്റെ കാല് ഞങ്ങൾ കണ്ടില്ല കേട്ടോ. സോറി നിന്റെ കാല് ഞാനും എന്റെ ബ്രദറും മാത്രം ഇപ്പൊ ജീവിച്ചിരിക്കുന്നുള്ളൂ. എന്റെ ബ്രദർ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അവനെ കണ്ടിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മള് തെറ്റിദ്ധരിച്ചടാ. തെറ്റിദ്ധരിച്ചു. എടാ ദാണ്ട്രാ, ഇതാ വാട്ടർ ഡ്രേക്സിന്റെ സ്ഥലം. ഇത് ഞാൻ പറന്ന് വന്ന വഴിയാ. ഈ വഴി ഞാൻ പറന്ന് ചുറ്റിപ്പോയി. തിരിച്ചിറങ്ങ്. ഇവിടെ വാട്ടർ റൈസ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേറിക്കൂടെന്നാ നെയ്മ. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി കേറിയത്. അതാണ് ഈ കിച്ചണൊക്കെ തിരിച്ചു. നീ മീറ്റിംഗ് ഏരിയ കണ്ടിട്ടില്ലല്ലോ ബ്രോ. ഇതാണ് മീറ്റിംഗ് ഏരിയ. ഇവിടെ ബ്രോ കണ്ടിട്ടില്ല? ഇത് മീറ്റിംഗ് ഏരിയ. ഇവിടാണ് എല്ലാരും വന്നിരിക്കാറ് റെസ്റ്റ് എടുക്കുമ്പോ. ഇവിടെ എപ്പോഴും ഒരാളെങ്കിലും ഉണ്ടാവും. അപ്പൊ നീ ലാൻഡ് ഇപ്പൊ ഏകദേശം പരിചയപ്പെടും. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഞാൻ ലാൻഡൊക്കെ ഏകദേശം ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുത്ത്. അതെ. ദാണ്ട്രാ, നീ വേറൊരു ജീവിയെ കണ്ടിട്ടില്ലല്ലോ? നീ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. എന്താണ്ടേ ഫീക്കോയ് കണ്ടോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടുണ്ടായിരുന്ന ഐലൻഡിൽ ഇതിന്റെ കുറെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇവിടെ ജീവിക്കുന്നത്. ഇത് വേറെ സ്ഥലത്തൊന്നും ഇപ്പൊ ഇല്ല.
ഇതിപ്പം ഇവിടെ എത്തും. ഇവിടേക്കാണ് ഞാൻ പണ്ട് പറയുമ്പോ ഞാൻ ആദ്യമായിട്ട് എത്തിപ്പെട്ട അതാണ്ട് ഇവിടെ വേറൊരു സാധനം കിടപ്പുണ്ട് കണ്ട, ഏതറി. ഇതിനെ നീ കണ്ടത്തില്ലായിരിക്കും ഉറപ്പാ എനിക്കത്. ഇതാ ഏതറി കണ്ട. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇവിടുന്ന് ഇതാ ഉണ്ടായതാണ്. വരുന്നു വലിയ ഏതറി. ഇതിവിടെ വന്ന ഇത് കാണാൻ കൊള്ളാം. ഒരു ഡ്രാഗണിന്റെ ഒരു ഡൈനോസറിന്റെയും ഒക്കെ ഒരു മിക്സ് പോലത്തെ സാധനം. അതങ്ങനെ. അത് പുതിയ ന്യൂജൻ സാധനം. അത് കുറച്ചു കാലമായിട്ടുള്ളൂ വന്നു തുടങ്ങിയിട്ട്. എപ്പോ നീയൊക്കെ ഈ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടാണോ? ഞാൻ ഈ ഐലൻഡ് എത്തിക്കഴിഞ്ഞ ഒരു 20 വർഷം കഴിഞ്ഞിട്ടാ ഇത് എത്തിക്കഴിഞ്ഞ. ഈ ഫീക്കോയ് പക്ഷെ അന്നൊന്നും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ ഫീക്കോയ് എഴുതറാ. ഈ ഐലൻഡിൽ ആദ്യമായിട്ട് വന്ന ഫീക്കോയ് ഇപ്പൊ നീ കണ്ട മഞ്ഞ കളർ. ആ മഞ്ഞ കളർ സ്പീഷീസിലുള്ള. പിന്നെ അതിനുശേഷം ഫീക്കോയ് പക്ഷെ അന്നൊന്നും നല്ല ഭംഗിയുള്ള സാധനം. ഒരു പച്ച കളർ. ഇത് നമ്മളെ പോലെ ഉണ്ടല്ലോ ഏകദേശം. പറയുന്നു നമ്മുടെ സ്പീഷീസിലുള്ള ഏതോ ഡ്രാഗണും പിന്നെ ഫീക്കോയും തമ്മിൽ ബ്രീഡ് ആയതാന്ന് പറയുന്നു. എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതാണ്. ഈ സൺറൈസ് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക രസം. അത് ധ്യാന്റെ അനിയൻ അല്ല, നെക്സ്ട്രോള അനിയനാണ് കേട്ടോ. ഔട്ട് ഓഫ് വീഡിയോ ആണ്. ബാക്ക് ടു വീഡിയോ. അതാ ഇതൊക്കെയാണടാ നെക്സ്ട്രോ. എന്റെ ലാൻഡ് ഇങ്ങനുണ്ട്. 30 വർഷം ഞാൻ ഇവിടെ വന്ന്. ഞാൻ വരുമ്പോതാ ഈ പാറയൊന്നും ഇല്ലായിരുന്നടാ. ഇതൊന്നും കൊള്ളാട്ടോ. ഞാൻ ഇതുവരെ ചെന്ന ഐലൻഡിനേക്കാളും ഭംഗി ഇതിന് കൂടുതൽ. ഞാൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്നറിയോ? നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്ത ഒരു ഡെസേർട്ട് കണക്കത്തെ ഐലൻഡിലല്ലേ, അവിടുന്ന് നേരെ വന്നപ്പോ ഈ സ്ഥലം എത്തി. അതിനുശേഷം ഞാൻ ഇവിടെ കൂടി. നീ എന്നെ ഡ്രോപ്പ് ചെയ്തപ്പോ ഞാൻ അങ്ങനെ ഡൈവ് ചെയ്ത് കേറി. അങ്ങനെയാണ് ഉണ്ടായത്. എടാ ഇതൊക്കെ തന്നെയാടാ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ബാക്കി ബ്രദേഴ്സിനെ കണ്ടുപിടിക്കണം. ഇനി അധികം കാലമൊന്നും ഇല്ല. നമ്മൾ ഏകദേശം ഇപ്പൊ തീരാറൊക്കെ. നല്ല പ്രായമുണ്ട് നമുക്ക് രണ്ടും. ശരിയാ. അതിനു മുമ്പേ നമുക്ക് നമ്മളെ പുതിയ ഫാമിലിയെ കണ്ടുപിടിച്ച് നെക്സ്റ്റ് ജനറേഷൻ. ഞാനൊരു സ്വപ്നം കണ്ടു. മരിക്കണ സ്വപ്നം. നെക്സ്റ്റ് ജനറേഷനെ ഇതാക്കണം ഇല്ലേ? ശരിയാ. നമുക്ക് ഫാമിലി നമ്മുടെ തലമുറ ഇനിയും നമ്മുടെ കുറച്ച് ബ്രദേഴ്സിനെ കണ്ടുപിടിക്കണം. ബ്രദേഴ്സിനെ മാത്രമല്ല, നെക്സ്റ്റ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യണം ഇല്ലേ? അതെ, കുറച്ച് ബ്രദേഴ്സിനെയും പിന്നെ സിസ്റ്റേഴ്സും ഇല്ലേ, അവരെ എല്ലാവരെയും കണ്ടുപിടിക്കണം. സണ്ണും ഡോക്ടറും ഒക്കെ വേണം. എല്ലാവരും പിടിച്ചെടുത്തേക്കാം. പക്ഷെ ഇനി അത്ര പേര് ബാക്കിയുണ്ട് എനിക്കറിയത്തില്ല. നിനക്കറിയാണെങ്കിൽ എന്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഇനി ഒരു 8-15 പേര് ബാക്കിയുണ്ട് പല ലാൻഡിലായിട്ട്. എനിക്കെന്നാലും നിനാസ് മരിച്ചു എനിക്ക് എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടി? അത് കിട്ടിയത് അവന്റെ തന്നെ ശരീരമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. കാരണം ആ ഒരു രീതിയല്ല. എന്നെ ഒരാൾ കൊണ്ടുപോയി കാണിച്ചു തന്നെ അവന്റെ ശരീരമാണെന്നും പറഞ്ഞു. ഒരു ശരീരം കൊമ്പ് കുറച്ച് നീളം കൂടുതലല്ലേ നിനാസിന്റെ? അവന് ആ ശരീരത്തിന് പക്ഷെ കൊമ്പിന് നീളമില്ല. പിന്നെ നിനാസിനെ പോലെ അല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനാസ. അതെനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ട്രൈക്ക് ആയിരിക്കാം. എന്തായാലും നിനാസിന് പല്ലിന് ഇത്തിരി മൂർച്ച കൂടുതലാണ്. പിന്നെ അവന് വേഗം പറക്കാം, നല്ല സ്പീഡിൽ പറക്കാനുള്ള ശേഷിയുണ്ട് നിനാസിന്. അല്ലടാ നമ്മളെയൊക്കെ കാട്ടിലും ജീവൻ അവന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവന് നമ്മളെയൊക്കെ കാട്ടിലും താഴെയുള്ള ജനറേഷൻ. അപ്പൊ നമ്മളെക്കാട്ടിലും ലൈഫ് സ്പാൻ അവനാ വരണ്ട. അവൻ അങ്ങനെ മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ്. പിന്നെ അവന് അത്യാവശ്യം നല്ല സ്റ്റേമിനയും ഉണ്ട്. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഓറ ഡ്രേക്സിന്റെ പ്രത്യേകതയിൽ നമുക്ക് 2 പേർക്കുള്ള ഓറയെ കാട്ടിലും അവനുണ്ട് ഓറ. ചിലരൊക്കെ പറയുന്നത് അവന്റെ ഓറ ഇൻഫിനിറ്റ് എന്നാണ്. പക്ഷെ ആരും അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ജനിച്ച അന്നാ ഞാൻ ലാസ്റ്റ് കണ്ടവന്. അതാ, ജനിച്ച അന്ന് തന്നെ പ്രശ്നങ്ങളായി. സംഭവം നമ്മളായിട്ട് വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. ആടാ ഇനി ഇവിടെ കയറി കുറച്ചു നേരം ഇരിക്കും. ഇവിടെ ആകുമ്പോ വെള്ളത്തിന്റെ അടിയിൽ കൂടെ നമുക്ക് കൊറേ കാണാം. നമുക്കെന്നാ ഇന്ന് നിർത്തിയാലോ? ഇനി നമുക്ക് ബ്രദേഴ്സിനെയൊക്കെ കാണണം. ഇപ്പൊ ഉറങ്ങാനുള്ള സമയം വരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവാ. അപ്പം
ബ്രദേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കണം ഇനി. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഇനി വരാം ഗൈസ്. ഇറ്റ്സ് മിയർ ക്രാസോവിറ്റി ആൻഡ് നെക്സ്റ്റോവിറ്റി സൈനിങ് ഓഫ് ദ ക്യാമറ ഓഫ് ദ വീഡിയോ ആണ്. വീഡിയോ സെൻസ് ചെയ്തെടുക്കരുത്. വീഡിയോ സെൻസ് ഒരു ഇത്തിരി മുമ്പേ വരെ ഉള്ള കാര്യങ്ങൾ എടുത്താൽ മതി. ഓക്കെ ഇടയിൽ എന്റെ അനിയനൊക്കെ വന്നിട്ട് അതൊന്നും എടുക്കണ്ട. ഓക്കെ ഓക്കെ വീഡിയോ സെൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പോവും, അത് വേറെ കാര്യം. ഓക്കെ ഇറ്റ്സ് മിയർ ക്രാസോവിറ്റി ആൻഡ് നെക്സ്റ്റോവിറ്റി സൈനിങ് ഓഫ്.